ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. കുരസാവ ഒരു 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 ചെറിയൊരു ഐലൻഡിൻ്റെ, കരീബിയൻ ഐലൻഡിൻ്റെ നടുവിൽ ഒരു മഷിത്തുള്ളി പോലെ കിടക്കുന്ന ഒരു ചെറിയ ദ്വീപ്. 1.5 ലക്ഷം ആൾക്കാരെ അവിടെ ഉള്ളൂ. ആകെ ജനസംഖ്യ അത്രയേ ഉള്ളൂ. ഈ ദ്വീപ്, ഈ ചെറിയ പൊട്ടുപോലെയുള്ള ഈ ചെറിയ തുണ്ടു ഭൂമി ഇപ്പോൾ ലോകത്ത് ചരിത്രം എഴുതിക്കുക. ലോകകപ്പിൽ, ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടിയ രാജ്യമായിട്ടത് മാറിയിരിക്കുക. അതേസമയം നമ്മൾ അറിയാതെ ഇന്നിപ്പോൾ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയ വലിയ ചർച്ച നടക്കുക. അതേസമയം നമ്മൾ ഇന്ത്യയുടെ കാര്യം ഒന്ന് ആലോചിച്ചു. ഇത്രയും കൂടുതൽ ജനങ്ങളുള്ള ഇത്രയും വലിയൊരു ജനാധിപത്യ രാജ്യത്തിൽ നമ്മൾ ഏഷ്യ കപ്പിൽ പോലും നമുക്ക് യോഗ്യത നേടാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ബംഗ്ലാദേശിനോട് നമ്മൾ തോറ്റു. അപ്പോൾ നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നൊരു ചർച്ച, ഇന്ത്യ എന്നാണ് ഫുട്ബോൾ ലോകകപ്പ് കളിക്കുക എന്നുള്ളതാണ്. വേണ്ടാത്തൊരു ചോദ്യമാണ്. പ്രൈം ടൈം ആരംഭിക്കുന്നു. ഹലോ, ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. ഒരുപാട് വാർത്തകളുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പ് ചൂട് തന്നെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ സംഭവം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ടെലിവിഷൻ ചാനലുകളെ വലിയ ചർച്ചയായിരുന്നു വൈഷ്ണവ് സുരേഷ്. കാര്യമൊന്നുമില്ല, ചെറിയ കാര്യമാണ്, പക്ഷേ വലിയ കാര്യമാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിൽ നിന്ന് UDF സ്ഥാനാർത്ഥി വൈഷ്ണവ് സുരേഷിന് മത്സരിക്കാമെന്ന് തീരുമാനമായി. വൈഷ്ണവിന്റെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിറക്കിയിട്ടുണ്ട്. ചട്ടങ്ങൾ പാലിക്കാതെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്തതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തി. വിവാദ സമയത്ത് വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നെന്നും പാർട്ടിയിൽ നിന്ന് പൂർണ്ണ പിന്തുണ ലഭിച്ചെന്നും വൈഷ്ണവ് സുരേഷ്. നമ്മൾ അത്രയും സൈബർ അറ്റാക്കുകളും കാര്യങ്ങളും എല്ലാം നേരിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം, നമുക്ക് അത്രയും മാനസിക സംഘർഷങ്ങൾ നേരിട്ട ഒരു സാഹചര്യം തന്നെയായിരുന്നു. പിന്നെ ഇപ്പോൾ അതെല്ലാം നല്ലതിനായിരുന്നു എന്നുള്ളൊരു തോന്നലുമുണ്ട്. ഈ വാർഡിലുള്ള എല്ലാവരും ഒന്നടങ്കം ഇറങ്ങി നിന്നു. അതായത് ഒരു ചേരി തിരിഞ്ഞ് നിൽക്കാതെയോ, ഒന്ന് തിരിഞ്ഞു നിൽക്കാതെ, ഒന്ന് പിണങ്ങി നിൽക്കാതെ, ഒരു പിണക്കം പോലും ഇതുവരെ എന്നോട് കാണിക്കാതെ എല്ലാവരും ഒന്നടങ്കം ഇറങ്ങുന്ന ഫൈറ്റ് ചെയ്തു. വൈഷ്ണവിയുടെ വോട്ടവകാശം പുനഃസ്ഥാപിച്ചത് നിയമവാഴ്ചയുടെ വിജയമാണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. തിരുവനന്തപുരത്ത് നിന്ന് മേഘന മുരളി വിവരങ്ങളുമായി ചേരുന്നു. മേഘന, വൈഷ്ണവിക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടുക, അവർക്ക് മത്സരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും, ഇതൊക്കെ തന്നെ ആളുകൾ ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു. മുട്ടട വാർഡിലെ അവസ്ഥ എങ്ങനെയാണിപ്പോൾ? SKN തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു സാധാരണ ഡിവിഷൻ മാത്രമായിരുന്നു മുട്ടട. അതിൽ ഈ കഴിഞ്ഞ 25 വർഷമായി ഇടതുമുന്നണി ഭരിക്കുന്ന ഒരു ഡിവിഷൻ കൂടിയാണ്. പക്ഷേ ഈ കഴിഞ്ഞ 5 ദിവസങ്ങളായി അതൊരു സ്റ്റാർ ഡിവിഷനായി മാറുന്നതിന് കാരണവും നമ്മൾ ഈ സൂചിപ്പിച്ച വൈഷ്ണവ് സുരേഷ് തന്നെയാണ്. കാരണം കഴിഞ്ഞ 5 ദിവസമായി സംസ്ഥാനത്തുടനീളം ചർച്ചാ വിഷയം, പ്രത്യേകിച്ച് മുട്ടട ഡിവിഷനിലെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഈ 24 വയസ്സ് മാത്രം പ്രായമുള്ള KSUകാരിയായിട്ടുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന വൈഷ്ണവിയുടെ പേര് നീക്കിയതുമായി ബന്ധപ്പെട്ടാണ്. അതിൽ ഈ പരാതിക്കാരനായിട്ടുള്ള മുട്ടട ബ്രാഞ്ച് കമ്മിറ്റി അംഗമായിട്ടുള്ള ധനേഷ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് ഒരു കള്ളവോട്ട് ചെയ്തു. ലോക്സഭയിലും വൈഷ്ണവ് സുരേഷ് കള്ളവോട്ട് ചെയ്തു. അതുപോലെ തന്നെ ഇപ്പോഴും കള്ളവോട്ട് ചെയ്യാനുള്ള ഒരു ശ്രമം ഉണ്ടാകുന്നു. നേരത്തെ തന്നെ മുട്ടടയിൽ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള കാര്യം മുന്നിൽ കണ്ടുകൊണ്ട് മുട്ടട വാർഡിൽ വോട്ട് ചേർക്കുകയായിരുന്നു എന്നുള്ളടക്കമുള്ള ആരോപണങ്ങളാണ് ഈ പരാതിക്കാരനായിട്ടുള്ള CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഈ വൈഷ്ണവ് സുരേഷ് മണ്ഡലത്തിലെ ഡിവിഷനിലെ പ്രചാരണമടക്കം നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യത്തിൽ. കാരണം ഈ വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിൽ സ്ഥാനാർത്ഥിയാകാൻ കഴിയില്ല. അങ്ങനെ ഈ സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യത്തിലടക്കം വലിയ അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. പിന്നീടാണ് കോൺഗ്രസ് അതൊരു നിയമവഴിയിലേക്ക് പോവുകയും ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിക്കുകയും ചെയ്യുന്നത്. അവിടെ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് രൂക്ഷ വിമർശനം ഉണ്ടാകുന്നു. ഒരു 24 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിത്വം അത് സാങ്കേതിക പ്രശ്നത്തിന്റെ പേരിൽ ഒഴിവാക്കരുത് എന്നുള്ളതായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടായത്. അതുപോലെ തന്നെ ഇൻജസ്റ്റിസ് എന്ന വേർഡ് കൊണ്ടാണ് ഹൈക്കോടതി ഈ ഒരു സംഭവത്തെ വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വീണ്ടും പരാതിക്കാരെയും അതുപോലെ തന്നെ വൈഷ്ണവ് സുരേഷിനെയും കോർപ്പറേഷനിലെ ജീവനക്കാരെയും വിശദമായി കേട്ടു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ അല്പസമയം മുന്നേ ഒരു ഉത്തരവ് വന്നിരിക്കുന്നത്. അതിലാണ് ഈ വൈഷ്ണവ് സുരേഷിന്റെ പേര് വീണ്ടും ചേർത്തിരിക്കുന്നത്. സപ്ലിമെന്ററി വോട്ടർ പട്ടികയിൽ വീണ്ടും വൈഷ്ണവ് സുരേഷിന്റെ പേര് ചേർത്തിരിക്കുന്നു. ഇനി വൈഷ്ണവിക്ക് സ്ഥാനാർത്ഥിയാകുന്നതിൽ ഒരു അനിശ്ചിതത്വമില്ല. സ്ഥാനാർത്ഥിയായി വീണ്ടും പ്രചരണം ആരംഭിക്കാമെന്നുള്ളതാണ്. നേരത്തെ SKN ചോദിച്ചതുപോലെ തന്നെ മുട്ടടയിലെ ഒരു സാഹചര്യം എന്ന് പറയുന്നതും കഴിഞ്ഞ 25 വർഷമായി ഇടതുമുന്നണി മാത്രം ഭരിച്ചിരുന്നു. അതുപോലെ തന്നെ ഇടതിന്റെ ഒരു കോട്ട എന്നൊക്കെ പാർട്ടിക്കാർ വിശേഷിപ്പിക്കുന്ന ഒരു ഡിവിഷനാണ്. അവിടെ ഒരു സ്ഥാനാർത്ഥി
വരുന്നു, അത് ഇത്തരത്തിലൊരു പ്രചരണം നടക്കുന്നു. ഇനി കോൺഗ്രസ് പ്രചരണം നടത്താൻ പോകുന്നതും ഇങ്ങനെ ഒരു രാഷ്ട്രീയ പ്രേരിതമായി സ്ഥാനാർത്ഥിയുടെ വോട്ട് വെട്ടാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ CPM അവിടെ രാഷ്ട്രീയം കളിച്ചു എന്നടക്കമുള്ള പ്രചരണ വിഷയങ്ങൾ മുന്നിൽ കണ്ടായിരിക്കുന്ന കാര്യത്തിലും സംശയമില്ല. അതിലൊരു ജനകീയ അഭിപ്രായം എന്ന് പറയുന്നതും പലർക്കും ഈ മുട്ടട വാർഡിൽ തന്നെ വൈഷ്ണയെ അറിയില്ലായിരുന്നു. ഇപ്പോൾ ഒരു ജനപ്രിയ സ്ഥാനാർത്ഥിയായി, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥാനാർത്ഥിയായി വൈഷ്ണ മാറി എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ വൈഷ്ണ 24നോട് പ്രതികരിക്കുകയും ചെയ്യുന്നത് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്, അതുപോലെ തന്നെ സന്തോഷമുണ്ട്, വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നു, വലിയ സൈബർ ആക്രമണങ്ങൾ CPMന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അതൊക്കെ അതിജീവിച്ച് ജയിക്കും, ആ ഒരു കോട്ട തകർക്കും എന്നുള്ളതാണ് വൈഷ്ണയും പറയുന്നത്. എന്തായാലും ഈ കഴിഞ്ഞ 5 ദിവസത്തെ അനിശ്ചിതത്വത്തിനാണ് ഇപ്പോൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഉത്തരവിലൂടെ അതിനൊരു തീരുമാനം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി വൈഷ്ണയ്ക്ക് മത്സരിക്കാം. വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട വിവാദമാണ് ഈ ഉത്തരവോടുകൂടി അവസാനിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു മേഘന മുരളി. കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ UDFന് കനത്ത തിരിച്ചടി. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനെതിരെ മേയർ സ്ഥാനാർത്ഥി VM വിനു നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് തള്ളി. വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് പോലും നോക്കാതെയാണോ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നതെന്ന് കോടതി ചോദിച്ചു. വീഴ്ച പറ്റിയോ എന്ന് പാർട്ടി പരിശോധിക്കുമെന്ന് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ. കോടതി വിധിയിൽ മനപ്രയാസമല്ലെന്ന് VM വിനുവും പ്രതികരിച്ചു. VM വിനു 2020 വോട്ട് ചെയ്തിരുന്നില്ലെന്ന തദ്ദേശ ജോയിന്റ് ഡയറക്ടറുടെ റിപ്പോർട്ടിന് പിന്നാലെയാണ് ഹൈക്കോടതിയിൽ നിന്നുള്ള തിരിച്ചടി. സെലിബ്രിറ്റി ആയതുകൊണ്ട് പ്രത്യേകതയില്ലെന്ന് കോടതി ഓർമ്മിപ്പിച്ചു. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടോ ഇല്ലയോ എന്ന് പോലും നോക്കാതെയാണോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്നും കോടതിയുടെ ചോദ്യം. ഇതോടെ VM വിനുവിന്റെ സ്ഥാനാർത്ഥി സാധ്യത DCC തള്ളി. മികച്ച സ്ഥാനാർത്ഥിയെ നാളെ അവതരിപ്പിക്കുമെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ. നഗരത്തിൽ ജീവിക്കുന്ന VM വിനുവിന്റെ വോട്ട് ഉൾപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം ഇവിടുത്തെ BLOമാർക്കും കോർപ്പറേഷനിൽ അവരേൽപ്പിച്ച ഉദ്യോഗസ്ഥന്മാർക്കുമാണ്. ഹൈക്കോടതിയിൽ നിന്നുള്ള തിരിച്ചടിയിൽ മനപ്രയാസമില്ലെന്ന് VM വിനു പ്രതികരിച്ചു. ഇത് പുറകെ കുറെ കാലം നടന്നിട്ട് ഇത് കിട്ടിയിട്ട് കയ്യിൽ നിന്ന് പോകുമ്പോഴേ ഇതിനൊക്കെ വിഷമം ഉണ്ടാവുള്ളൂ. ഹൈക്കോടതി വിധി കോൺഗ്രസിനേറ്റ കനത്ത തിരിച്ചടിയെന്ന് CPIM ജില്ലാ സെക്രട്ടറി M മെഹബൂബ്. വോട്ടർ പട്ടികയിൽ പേര് ചേർത്താൻ 3 തവണ സമയം അനുവദിച്ചിരുന്നു. അത് പരിശോധിക്കേണ്ടത് സാധാരണ നിലയിൽ സാധാരണക്കാരായ വോട്ടർമാരല്ല. അത് ഇവിടുത്തെ കീഴ്വഴക്കമനുസരിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തമാണ്. അത് കോൺഗ്രസ് നിർവഹിച്ചില്ല എന്ന വിമർശനമാണ് ഞാൻ ഉന്നയിച്ചത്. കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് തദ്ദേശ ജോയിന്റ് ഡയറക്ടർ നൽകിയ റിപ്പോർട്ടിലും 2020 വോട്ട് ചെയ്തിരുന്നില്ലെന്ന കോൺഗ്രസ് വാദം തള്ളിയിരുന്നു. അതേസമയം VM വിനുവിന്റെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇല്ലാത്തതിൽ സിറ്റിംഗ് കൗൺസിലർക്ക് കോൺഗ്രസിന്റെ ശാസന. മലാപ്പറമ്പ് കൗൺസിലർ KP രാജേഷിനോട് DCC പ്രസിഡന്റ് രാജി എഴുതി വാങ്ങി. 24 കോഴിക്കോട്. മറ്റൊരു വാർത്തയിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകുമ്പോൾ മുന്നണികളെ ആശയക്കുഴപ്പത്തിലാക്കി പാളയത്തിൽ പട. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിമത സ്ഥാനാർത്ഥിയായി ദേശാഭിമാനി തിരുവനന്തപുരം മുൻ ബ്യൂറോ ചീഫ് K ശ്രീകണ്ഠനെ CPM പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. വയനാട് മുള്ളംകുലിയിൽ കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് വിമത സ്ഥാനാർത്ഥിയായി വരുന്നു. വടകര നഗരസഭയിൽ ലീഗിന് വിമത സ്ഥാനാർത്ഥിയുണ്ട്. തൃശൂർ അരിമ്പൂരിൽ യുവമോർച്ച നേതാവിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ എതിർപ്പുമായി BJP RSS പ്രവർത്തകരും രംഗത്ത് വന്നു. CPIM ഉള്ളൂർ ലോക്കൽ കമ്മിറ്റി അംഗമായ ശ്രീകണ്ഠനെ ജില്ലാ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത്. പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുന്നതിന് പുറമെ സംസ്ഥാന സമിതി അംഗം കടകംപള്ളി സുരേന്ദ്രനെതിരെ ആരോപണം ഉന്നയിച്ചതും ശ്രീകണ്ഠനെ പുറത്താക്കുന്നതിന് കാരണമായി. വാർഡിന് പുറത്തു നിന്നുള്ളയാളെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ചാണ് വയനാട് മുള്ളൻകൊല്ലിയിൽ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് കണ്ടന്തുരുത്തി വിമത സ്ഥാനാർത്ഥിയാകുന്നത്. പുറത്തുനിന്നുള്ള ഒരാളെ ഇവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തതിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള പ്രതിഷേധമുണ്ട്. അതുകൊണ്ട് ജനങ്ങളുടെ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾ ഒരു കാരണവശാലും മാറി നിൽക്കരുത് എന്ന ജനങ്ങളുടെ ആവശ്യപ്രകാരമാണ് മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ട ടൗൺ വാർഡ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകിയതിൽ പ്രതിഷേധിച്ച് സുൽത്താൻ ബത്തേരി നഗരസഭയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വവും അറിയിച്ചു. തിരുവനന്തപുരം ചിറയൻകീഴിലെ ബ്ലോക്ക് സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ച ജില്ലാ ജനറൽ സെക്രട്ടറി MJ ആനന്ദ് രാജിവെച്ചു. DCC പ്രസിഡന്റിന് രാജിക്കത്ത് കൈമാറി. സ്ഥാനാർത്ഥി നിർണയത്തിൽ അവഗണനയെന്നാരോപിച്ച് പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഖിൽ ഓമനക്കുട്ടൻ BJPയിൽ ചേർന്നു. സ്വന്തം വാർഡിൽ മറ്റുള്ളവരെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ പ്രതിഷേധിച്ച് വടകര നഗരസഭയിലെ മുസ്ലിം ലീഗ് നേതാവ് VC നാസർ മാസ്റ്റർ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കും. ഞാൻ സ്വതന്ത്രമായി മത്സരിക്കാനുള്ള സാഹചര്യം സൃഷ്ടിച്ചത് എൻ്റെ പാർട്ടി നേതൃത്വമാണ്. നിലവിലെ മുനിസിപ്പൽ പ്രസിഡന്റിൻ്റെ സ്വന്തം കൈപ്പടയിൽ മുറുകെ പിടിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിക്കാണ് അദ്ദേഹം സീറ്റ് നൽകിയത്. ഇതൊരു ജനാധിപത്യ വിരുദ്ധമായ സമീപനമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തൃശൂർ അരിമ്പൂരിലെ യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് അഞ്ജലി എടക്കാട്ടിലിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ
BJP, RSS പ്രവർത്തകർക്ക് എതിർപ്പ്. നേരത്തെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിരുന്ന ശശീന്ദ്ര അനിൽകുമാർ കോൺഗ്രസ് പിന്തുണയോടെ മത്സരിക്കും. അതേസമയം പറപ്പൂർ പഞ്ചായത്തിൽ CPIഎമ്മിനെതിരെ CPI മത്സരിക്കും. മുന്നണി മര്യാദ പാലിക്കാതെ CPIഎം സ്ഥാനാർത്ഥി നിർണയം നടത്തിയെന്ന് ആരോപിച്ചാണ് CPI സ്ഥാനാർത്ഥിയെ നിർത്തിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ഇപ്പോൾ ഒരു അപകടത്തിന്റെ വാർത്ത വരുന്നു. കോഴിക്കോട് വേങ്ങേരിയിൽ ലോറി കയറി ഒരു യുവാവിന് ദാരുണ അന്ത്യം സംഭവിച്ചു. റോഡ് മുറിച്ച് കടക്കുന്നതിനിടെയാണ് കണ്ടെയ്നർ ലോറി ഇടിച്ചു തെറിപ്പിച്ചത്. കുരുവട്ടൂർ സ്വദേശി ഷൗക്കത്താണ് മരിച്ചത്. 49 വയസ്സ് പ്രായമുണ്ടായിരുന്നു. ലോറിയും അതിൻ്റെ ഡ്രൈവറും ചെവായൂർ പോലീസിൻ്റെ കസ്റ്റഡിയിലാണിപ്പോൾ. കൂടുതൽ വിവരങ്ങൾ അറിവായി വരുന്നതേ ഉള്ളൂ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ഇടുക്കിയിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പേയ്മെന്റ് സീറ്റ് ആരോപണവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്ത് വന്നു. ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെ പണം വാങ്ങി സീറ്റ് വിറ്റുവെന്നാണ് പരോക്ഷമായ വിമർശനം. സമൂഹമാധ്യമങ്ങളിൽ പ്രതിഷേധവുമായി പ്രവർത്തകർ. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി തൊടുപുഴയിൽ നിന്ന് ലാൽകൃഷ്ണൻ ചേരുന്നു. പറയൂ ലാൽകൃഷ്ണൻ. UDFിന്റെ സീറ്റ് വിഭജനം തന്നെ നിലവിൽ വലിയ തലവേദനയായിരുന്നു. കാലങ്ങൾ നീണ്ട ചർച്ച എന്ന രീതിയിലാണ് ആ ചർച്ച അവസാനിച്ചത്. ഒടുവിൽ സീറ്റ് ധാരണയായതിനു ശേഷം കോൺഗ്രസ് അവരുടെ സീറ്റ് പ്രഖ്യാപനം നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് പേയ്മെന്റ് സീറ്റ് വിവാദം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അടിമാലിയിലെ ജില്ലാ സീറ്റ്, അതായത് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള അടിമാലിയിൽ ഡിവിഷന്റെ സീറ്റ് പേയ്മെന്റ് സീറ്റാണ്. അത് കാശ് വാങ്ങി വിറ്റു എന്ന ആരോപണമാണ് യൂത്ത് കോൺഗ്രസിനെയും പ്രവർത്തകർ രംഗത്തേക്ക് കൊണ്ടുവരുന്നത്. അടിമാലിയിൽ ജനിച്ചു വളർന്ന എന്നാൽ തിരുവല്ലയിൽ സെറ്റിലായിട്ടുള്ള ഒരു കോൺഗ്രസിന്റെ നേതാവിന് വേണ്ടിയിട്ട് ആ സീറ്റ് വിറ്റിരിക്കുകയാണ്. അതിൽ MP അടക്കമുള്ള ആളുകൾക്ക് കൃത്യമായ പങ്കുണ്ട്. അത്തരത്തിൽ കെട്ടിയിറക്കിയ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാനാണ് ഉദ്ദേശമെങ്കിൽ നോമിനേഷൻ കൊടുക്കേണ്ട തീയതി കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം കോൺഗ്രസിന്റെ നേതൃത്വം ഓർത്തു വച്ചോളൂ എന്ന കാര്യമാണ് പറയുന്നത്. ഇതിന് പിന്നാലെ ഈ പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടും എന്ന കാര്യം കൂടി അടിമാലിയിൽ നിന്നുള്ള ബ്ലോക്ക് ഭാരവാഹികളും അതോടൊപ്പം തന്നെ ജില്ലാ ഭാരവാഹികളും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. മുൻ DCC പ്രസിഡന്റുമാരെയും MLAമാരെയും അടക്കം കോട്ട് ചെയ്തുകൊണ്ടാണ് അവർ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. മാത്രമല്ല ഇതിന് പിന്നാലെ തന്നെയാണ് യൂത്ത് കോൺഗ്രസും പരോക്ഷമായും പ്രത്യക്ഷമായും വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് ജില്ലയിൽ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട്, യുവാക്കളെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് ഒരു സീറ്റ് പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. ഇത് കൃത്യമായ പാർട്ടി അജണ്ടയാണ്. കാലാകാലങ്ങളായി മത്സരിക്കുന്നവർക്ക് വീണ്ടും സീറ്റ് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് തങ്ങൾക്കറിയാം എന്ന ആരോപണം പറയുന്നുണ്ട്. പ്രത്യേകിച്ച് 5 സീറ്റുകളിലാണ് ഇവർ ഈ ആരോപണം ഉന്നയിക്കുന്നത്. യുവാക്കളെ പൂർണ്ണമായി അവഗണിച്ചു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ KPCCയെ സമീപിച്ചുകൊണ്ട് ഇതിൽ അന്തിമ ധാരണ എത്തണം എന്നൊരാവശ്യമാണ് ഉന്നയിക്കുന്നത്. പക്ഷേ വരുന്ന ദിവസങ്ങൾ, വളരെ ചെറിയ ദിവസങ്ങൾ മാത്രമേ ഇനി ഈ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൂ. അതിനുള്ളിൽ ഇത്തരത്തിലുള്ള ധാരണകൾ ഉണ്ടായില്ലെങ്കിൽ വിമതശല്യം കോൺഗ്രസിനെ വലയ്ക്കും എന്ന സൂചന കൃത്യമായി നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് യുവാക്കളുടെ ഭാഗത്ത് നിന്ന് വിമതരായി മത്സരിക്കാനുള്ള താല്പര്യം അറിയിച്ചുകൊണ്ടാണ് അവസാന പോസ്റ്റ് വരുന്നത്. അതായത് നോമിനേഷൻ കൊടുക്കേണ്ട തീയതി അവസാനിച്ചിട്ടില്ല എന്ന കാര്യം ജില്ലാ നേതാക്കൾ ഓർത്തു വച്ചോളൂ എന്നുള്ളതാണ് അവരുടെ വെല്ലുവിളി. ഓക്കെ, താങ്ക് യു ലാൽകൃഷ്ണൻ. വയനാട് കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് നേതാവ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ യുവാക്കളോട് അവഗണന കാണിച്ചെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജഷീർ പള്ളിവയൽ. കോൺഗ്രസിൽ അടിത്തട്ടിലിറങ്ങി പണിയെടുത്താൽ കൂടെയുള്ളവർ ശത്രുക്കളാകുമെന്നും ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു. സുർജിത്ത് അയ്യപ്പത് വയനാട്ടിൽ നിന്നും ടെലിഫോണിൽ. പറയൂ സുർജിത്ത്. SKN വിവിധ തരത്തിലുള്ള സംഘടനാ പ്രശ്നങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസ് നേരിടുന്നത്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ വലിയ അമർഷം രൂപപ്പെടുന്നത്. അതിന്റെ തുടർച്ചയായാണ് ഇത്തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ വരുന്നത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ജഷീർ പള്ളിവയൽ, ജില്ലാ അധ്യക്ഷൻ, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ അമൽ ജോയ് അടക്കമുള്ളവർക്ക് സീറ്റ് ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ ജഷീർ പള്ളിവയലിനെ പരിഗണിച്ചിരുന്നത് തോമാട്ടുചാൽ ഡിവിഷനിലേക്കാണ്. ആ ഡിവിഷനിൽ അദ്ദേഹത്തിനെ സ്ഥാനാർത്ഥിയാക്കാത്ത തരത്തിലുള്ള നീക്കമാണ് ഇപ്പോൾ ഉള്ളത്. ഇതേ തുടർന്നാണ് ഇങ്ങനെ പ്രതിഷേധം രൂപപ്പെടാനുള്ള കാരണം. അത് ആ സീറ്റ് മുസ്ലിം ലീഗിനാണ് നൽകിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ട്. മുട്ടിൽ സീറ്റാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടത്. പക്ഷേ മുട്ടിൽ സീറ്റിന് പകരം തോമാട്ടുചാലിലെ ജനറൽ സീറ്റ് നൽകുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതേസമയം ഈ ND അപ്പച്ചൻ മുട്ടിൽ സീറ്റ് മുസ്ലിം ലീഗിന് വിട്ട് നൽകാൻ അത്തരത്തിലുള്ള നടപടി സ്വീകരിക്കരുത് എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായി. ആ തർക്കത്തെ തുടർന്ന് ND അപ്പച്ചൻ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം കൂടി ഇന്ന് ഉടലെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അമൽ ജോയിയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ നൂൽപ്പുഴ ഡിവിഷൻ 1/4 നൂറ്റാണ്ടായി ഇടതുപക്ഷത്തിന്റെ കയ്യിലായിരുന്നു. ആ ഡിവിഷനിൽ നിന്നാണ് അദ്ദേഹം കഴിഞ്ഞ തവണ ജില്ലാ പഞ്ചായത്തിലേക്ക് ജയിച്ചത്. അദ്ദേഹത്തെ പരിഗണിച്ചില്ല. ഇവരെല്ലാം തന്നെ സമരങ്ങളിലെല്ലാം സജീവ സാന്നിധ്യമായിരുന്നു. അതേസമയം മീനങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റ് KE വിനയനെ മീനങ്ങാടി ഡിവിഷനിൽ നിന്ന് മത്സരിപ്പിക്കാനുള്ള ധാരണയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതും ലംഘിക്കപ്പെട്ടു. സംഷാദ് മരക്കാർ കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അദ്ദേഹത്തെയും മത്സരിപ്പിക്കാതിരിക്കുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ചർച്ചകൾ, ഉരുൾപൊട്ടലുകൾ ഇതെല്ലാം തന്നെ കോൺഗ്രസിൽ സംഭവിക്കുകയാണ്. ഇന്ന് സ്ഥാനാർത്ഥി നിർണയ
സമയം ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അത് പ്രഖ്യാപിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. മാരത്തോൺ ചർച്ചകളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. എന്തായാലും നാളെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളതാണ് അറിയുന്നത്. അതേസമയം എങ്ങനെ പ്രഖ്യാപനം ഉണ്ടാകുന്ന ഘട്ടത്തിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് കോൺഗ്രസ് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. SKN. ഓക്കെ, താങ്ക് യു താങ്ക് യു സുർജിത് അയ്യപ്പത്ത്. നജീബ് ഖാദർ കമന്റ് ബോക്സിൽ വന്നാണ് അദ്ദേഹം പറയുന്നത്, അവസരവാദികളായ സ്ഥാനാർത്ഥികളെ ഒരു കാലത്തും വിജയിപ്പിക്കരുത്, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പാർട്ടി മാറ്റുന്നവരെ കരുതിയിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയൊക്കെ നോക്കിയാൽ നമ്മൾ ആർക്കെ വോട്ട് ചെയ്യും എന്നുള്ളതും വലിയ വിഷമം പിടിച്ച കാര്യമാണ്. സമ്മർദ്ദം വ്യക്തമായിട്ടും BLOമാർക്കുള്ള ചുമതലകളിലും ടാർഗറ്റിലും മാറ്റം ഉണ്ടാകില്ലെന്ന് ആവർത്തിച്ച മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. BLOമാരുടെ ഡ്യൂട്ടിക്ക് തടസ്സം നിന്നാൽ ശക്തമായ നിയമ നടപടി ഉണ്ടാകുമെന്നാണ് അദ്ദേഹത്തിൻ്റെ മുന്നറിയിപ്പ്. SIR നിർത്തിവെക്കണമെന്ന സംസ്ഥാന സർക്കാരിൻ്റെയും രാഷ്ട്രീയ കക്ഷികളുടെയും ഹർജി സുപ്രീം കോടതി ഈ വെള്ളിയാഴ്ചയാണ് പരിഗണിക്കുക. വിവാദങ്ങൾക്കിടെ SIR നടപടിയുമായി ശക്തമായി മുന്നോട്ടു പോകുമെന്ന് ആവർത്തിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. ഭരണഘടനാ ഉത്തരവാദിത്തമാണ് BLOമാർ ചെയ്യുന്നത്. BLOമാർക്ക് ടാർഗറ്റുണ്ട്. കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഉത്തരവാദിത്തം പൂർത്തീകരിക്കണം. മഹത്തായ ലക്ഷ്യത്തിലേക്കെത്താൻ താനും തന്റെ ഓഫീസും പകലോ രാത്രിയോ ഇല്ലാതെ ജോലി ചെയ്യുന്നുണ്ടെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. ഇതിലെ ഒരിക്കലും ഒരു ഭാഗത്തിനും നിലവിലുള്ള ഇലക്ട്രൽ ലോസ് അനുസരിച്ചിട്ട് വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. 97% കൂടുതൽ ഫോം വിതരണം ചെയ്തു കഴിഞ്ഞു. ഇനി ഫോം തിരികെ ശേഖരിക്കുന്ന നടപടിയാണ്. ബൂത്ത് തലത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ ഇന്നു മുതൽ യോഗം ചേർന്ന് ഈ നടപടികൾ പൂർത്തിയാക്കണമെന്നും CEO. കേരളത്തിലെ SIRനെതിരായ ഹർജികൾ സുപ്രീം കോടതി വെള്ളിയാഴ്ച പരിഗണിക്കും. സംസ്ഥാന സർക്കാരിന് പുറമെ മുസ്ലിം ലീഗ്, CPIM, കോൺഗ്രസ് എന്നീ പാർട്ടികളാണ് ഹർജി നൽകിയത്. അടിയന്തരമായിട്ട് ഈ നടപടികൾ നിർത്തിവെക്കണമെന്ന് തന്നെയാണ് വെള്ളിയാഴ്ച നമ്മൾ കോടതിയോട് ആവശ്യപ്പെടാൻ പോകുന്നത്. വോട്ടർ പട്ടികയിലുള്ള മരിച്ചവരും സ്ഥലം മാറിയവരും ഉൾപ്പെടെ 55,000 സംശയമുള്ള ഫോമുകൾ രാഷ്ട്രീയ പാർട്ടികളുമായി ചേർന്ന് പരിശോധിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. ശബരിമലയിലെ മുന്നൊരുക്കങ്ങൾ പാളിയതിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചു ഹൈക്കോടതി ദേവസ്വം ബെഞ്ച്. തീർത്ഥാടകരെ ശ്വാസം മുട്ടിച്ച് മരണത്തിലേക്ക് തള്ളിവിടാനാകില്ല. മുന്നൊരുക്കം 6 മാസം മുമ്പേ നടത്തണമായിരുന്നുവെന്നും കോടതി. ഹൈക്കോടതി നിർദ്ദേശത്തിന് പിന്നാലെ ശബരിമലയിലെ സ്പോട്ട് ബുക്കിംഗ് 5,000 കുറച്ചു. ശബരിമലയിൽ പറഞ്ഞതുപോലെ ഒന്നും നടന്നില്ലല്ലോ എന്നായിരുന്നു കോടതിയുടെ ആദ്യ ചോദ്യം. കുട്ടികളുമായി എത്തുന്ന ഭക്തർ ശ്വാസം മുട്ടിയാണ് ക്യൂവിൽ നിൽക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ പരാജയപ്പെട്ടു. ശുചിമുറികൾ പലതും വൃത്തിയല്ല, വെള്ളം പോലും ഇല്ലാത്ത സാഹചര്യമെന്നും കോടതി വിമർശിച്ചു. വിമർശനങ്ങളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ വീഴ്ച സമ്മതിച്ചു. മുന്നൊരുക്കങ്ങൾ ഒക്ടോബറിൽ പൂർത്തിയാക്കണമായിരുന്നുവെന്ന് K. ജയകുമാർ. എന്തെങ്കിലുമൊക്കെ വീഴ്ച സംഭവിച്ചിട്ടുണ്ടാവാമെന്നല്ല, ഉണ്ട്, വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അത് പരിഹരിച്ച് മുമ്പോട്ട് പോവുകയാണ്. വിത്തിൻ 2 days you will see the result. ശബരിമലയിലെ ഈ സീസൺ വികലമാക്കി മാറ്റിയെന്നും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ശബരിമല സീസണെ ഇത്രമാത്രം കുഴപ്പത്തിലാക്കിയ ഒരു ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ മുന്നൊരുക്കം പാളിയിട്ടില്ലെന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. 3 ദിവസങ്ങൾ കൊണ്ട് ഏതാണ്ട് 3 ലക്ഷത്തോളം ആളുകൾ അവിടെ വന്ന് കയറി. അതാണ് ഈ ഒരു തിക്കും തിരക്കും കൂടുതലായി പോയത് എന്ന് എനിക്ക് തോന്നുന്നു. തിരക്ക് നിയന്ത്രിക്കാൻ ഹൈക്കോടതി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതുപ്രകാരം സ്പോട്ട് ബുക്കിംഗ് 20,000 നിന്ന് 5,000 കുറച്ചു. കാനനപാത വഴിയും 5,000 പേരെ കടത്തിവിടുകയുള്ളൂ. ഒരു ദിവസം സന്നിധാനത്തേക്ക് എത്തുന്നവരുടെ എണ്ണം ഇതോടെ 75,000 കുറയും. വിവിധ ബ്യൂറോകൾക്കൊപ്പം വിഷ്ണു സുരേഷ്, 24 കൊച്ചി. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ദേവസ്വം മന്ത്രിക്ക് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൽ ഇളവ് നൽകണമെന്ന് ഹൈക്കോടതി. തീർത്ഥാടനം സുഗമമാക്കാൻ ഏകോപനം അടിയന്തരമായി വേണമെന്നും കോടതി നിരീക്ഷിച്ചു. തിരക്ക് നിയന്ത്രിക്കാൻ ശാസ്ത്രീയമായ രീതി വേണമെന്നും ഇതിനായി വിദഗ്ധ സമിതി രൂപീകരിക്കണമെന്നും കോടതി. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്നും ടെലിഫോണിൽ. വിഷ്ണു, പറയൂ വിശദാംശങ്ങൾ. ഇന്ന് രാവിലെ പരിഗണിച്ച ഹർജിയുടെ വിശദമായ ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ ഉത്തരവിൽ കുറെ നിർദ്ദേശങ്ങൾ ഹൈക്കോടതി മുന്നോട്ട് വെക്കുകയാണ്. അതായത് ശബരിമലയിലെ തിരക്ക് അത് കേവലമായി ഒരു ദിവസത്തെ മാത്രം പ്രശ്നമല്ല, അങ്ങനെ അതിനെ കാണുകയും ചെയ്യരുത്. ഒരു ഭാവി മുന്നിൽ കണ്ടുകൊണ്ടുള്ള നടപടികളാണ് ഇനി സ്വീകരിക്കേണ്ടത്. തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഒരു വിദഗ്ധ സമിതിയെ തന്നെ രൂപീകരിക്കണം. പോലീസ്, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ, വനം വകുപ്പ്, ജില്ലാ ഭരണകൂടം തുടങ്ങിയ ഉദ്യോഗസ്ഥർ ആ വിദഗ്ധ സമിതിയിൽ വേണം. ഇവർ ആളുകളുടെ
ഏതൊക്കെ സമയത്ത് തിരക്കുണ്ട്, എപ്പോൾ ആളുകൾ വരും, അതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ രൂപരേഖ തയ്യാറാക്കണം. ഒരു ശാസ്ത്രീയമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണം. സീസൺ തുടങ്ങുന്നതിന് മുൻപും അതിനുശേഷവും എല്ലാം കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ നടത്തണം, യോഗം ചേരണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിക്കുന്നു. ഒപ്പം കഴിഞ്ഞ തവണകളിലൊക്കെ ഇത്തവണ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി വന്നത് ദേവസ്വം ബോർഡ് മന്ത്രിക്ക് യോഗം വിളിക്കാൻ പറ്റിയിട്ടില്ല എന്ന പരാതികളൊക്കെ ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണത്. എന്നാൽ ഹൈക്കോടതി പറയുന്നത് ആ സാഹചര്യം ഒഴിവാക്കി കൊടുക്കണം, അടിയന്തരമായി യോഗം വിളിക്കാനുള്ള അനുമതി അത് ദേവസ്വം മന്ത്രിക്ക് നൽകണം. കാരണം നിലവിൽ അത്തരത്തിലുള്ള ഏകോപനം അടിയന്തരമായി വേണ്ട ഒരു സമയമാണ്. അതുകൊണ്ട് അതിന് ഇളവ് വേണം എന്നുള്ളതാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒപ്പം ഈ ഭക്തർ ആരും തന്നെ അനാവശ്യമായി ക്യൂവിൽ വെള്ളവും ആരോഗ്യ സംവിധാനങ്ങളും ഭക്ഷണവും ഇല്ലാതെ നിൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ശ്രമം വേണം. പരമാവധി ശുചിമുറികൾ വൃത്തിയാക്കി നൽകണം, വെള്ളം എല്ലാ പോയിന്റുകളിലും എത്തിച്ചു നൽകണം. അങ്ങനെ ഒരു സമഗ്രമായ മാറ്റം വേണം. എന്നാൽ മാത്രമേ ഈ ക്രൗഡ് മാനേജ്മെന്റ് അത് സാധ്യമാകുകയുള്ളൂ. ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഭക്തർക്കുണ്ടാകരുത്. ഓരോ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്റെയും അവിടെ ഉണ്ടാകുന്ന മറ്റു ഉദ്യോഗസ്ഥരുടെയും ചുമതല ഭക്തരുടെ സുരക്ഷയും അവരുടെ ക്ഷേമവും ഉറപ്പാക്കുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല എന്ന കോടതി ഓർമ്മിപ്പിക്കുകയാണ് ഈ ഉത്തരവിലൂടെ. SK. ഓക്കെ, മറ്റൊരു ശബരിമലയിൽ തിരക്ക് ഇന്നലെ പേടിപ്പെടുന്ന ഒരു തിരക്കായിരുന്നു ഇന്നലെ അനുഭവപ്പെട്ടത്. ശബരിമലയിൽ ഇന്ന് തീർത്ഥാടക തിരക്ക് നിയന്ത്രണ വിധേയമായിരുന്നു. വെർച്വൽ ക്യൂ വഴി 70,000 പേർക്കും സ്പോട്ട് ബുക്കിങ്ങിലൂടെ 20,000 പേർക്കുമാണ് ദർശനത്തിന് സൗകര്യം ഏർപ്പെടുത്തിയിരുന്നത്. ഇന്നലത്തെ തിരക്ക് എങ്ങനെയുണ്ടായി എന്ന് പരിശോധിക്കുമെന്ന് ADGP S. ശ്രീജിത്ത് 24-നോട് പറഞ്ഞു. ഇന്നലത്തെ ഭയാനകമായ അവസ്ഥയ്ക്ക് ശേഷം ശബരിമല സന്നിധാനം ഇന്ന് ശാന്തം. കഴിഞ്ഞ ദിവസം ഓൺലൈൻ ബുക്കിംഗ് ചെയ്ത 36,000 പേരടക്കം 85,000 തീർത്ഥാടകരാണ് ഇന്നലെ ദർശനം നടത്തിയത്. നേരത്തെ തമ്പടിച്ചവരും കുറുക്കുവഴികളിലൂടെ വന്നവരും തിരക്ക് രൂക്ഷമാക്കിയെന്നാണ് വിലയിരുത്തൽ. ഇത് പരിശോധിക്കുമെന്ന് ADGP S. ശ്രീജിത്ത് 24-നോട് പറഞ്ഞു. ആ നിശ്ചയിച്ച എണ്ണത്തിന് അപ്പുറത്ത് വരുന്നവരെ തടയേണ്ടി വരും. മിനിഞ്ഞാന്നും അതിന്റെ തലേന്നും 55,000 1,00,000 മുകളിലുമായിരുന്നു. അവരുടെ ബാക്ക്ലോഗ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് കൂടാതെ കുറച്ച് ഇൻഫിൽട്രേഷൻ ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെ നടന്നു എന്നുള്ളത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ദർശനം നടത്താതെ മടങ്ങിയ സംഘത്തെ ADGP ഫോണിൽ വിളിച്ച് തിരികെ എത്തിച്ചു. നിലവിൽ ദർശനത്തിന് കാര്യമായ ബുദ്ധിമുട്ടില്ലെന്നാണ് തീർത്ഥാടകരുടെ പ്രതികരണം. വളരെ കൺട്രോളാണ്. എല്ലാം സൗകര്യപ്പെട്ട് വരാൻ പറ്റി, ഒരു കുഴപ്പമില്ല. കുട്ടിയെ കൂട്ടി ഞങ്ങൾ വരികയാണ്. ഇതുവരെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. 24 സന്നിധാനം. കണ്ണൂർ ഏറ്റുകുടുക്കയിൽ ജീവനൊടുക്കിയ BLO അനീഷ് ജോർജിനെ CPM സമ്മർദ്ദത്തിലാക്കിയെന്ന് ചൂണ്ടിക്കാണിച്ച് കോൺഗ്രസ് VLA ജില്ലാ കളക്ടർക്ക് നൽകിയ പരാതി പുറത്തുവന്നു. അനീഷിന്റെ മരണത്തിൽ 9 ദിവസം മുമ്പ് നൽകിയ പരാതിയാണ് പുറത്തു വന്നിരിക്കുന്നത്. പോലീസ് അനീഷിന്റെ കുടുംബത്തിന്റെ മൊഴിയെടുത്തു. SIR ഫോം വിതരണത്തിനായി താൻ ഒപ്പം വരരുതെന്ന് BLO അനീഷ് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ബൂത്ത് ലെവൽ ഏജന്റ് വൈശാഖ് കളക്ടർക്ക് നൽകിയ പരാതിയുടെ പകർപ്പാണിത്. തന്നെ ഒപ്പം കൂട്ടരുതെന്ന് CPM പ്രാദേശിക നേതാക്കൾ അനീഷിന് സമ്മർദ്ദമുണ്ടാക്കിയെന്ന് വൈശാഖ് പറയുന്നു. തന്നെ ഉൾപ്പെടുത്തിയാൽ CPM പ്രശ്നമുണ്ടാക്കുമെന്നും തടയുമെന്നും അനീഷ് പറഞ്ഞതായാണ് പരാതിയിലുള്ളത്. അനീഷിന് ഒരു സമ്മർദ്ദവും ഉണ്ടായിട്ടില്ലെന്നായിരുന്നു കളക്ടറുടെ റിപ്പോർട്ട്. എന്നാൽ ഈ പരാതിയിൽ കളക്ടർ അന്വേഷണം നടത്തിയോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അനീഷിന്റെ കുടുംബത്തിന് എല്ലാ സഹായവും നൽകുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. ഫാമിലി ഓഫ് ശ്രീ അനീഷ് ജോർജ് എല്ലാവിധ സഹായം സഹകരണം ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തിന് ശ്രീ അനീഷ് ജോർജിന്റെ കുടുംബത്തിന് ഉണ്ടാവും എന്നുള്ള ഉറപ്പ് വീണ്ടും ഈ അവസരത്തിൽ നൽകാൻ ആഗ്രഹിക്കുന്നു. അതിനിടെ പെരിങ്ങോം പോലീസ് അനീഷിന്റെ വീട്ടിലെത്തി കുടുംബത്തിന്റെ മൊഴിയെടുത്തു. SIR ജോലിയുടെ സമ്മർദ്ദം മാത്രമായിരുന്നു അനീഷിനുള്ളതെന്നും രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായിട്ടില്ലെന്നുമാണ് കുടുംബത്തിന്റെ മൊഴി. അനീഷിന്റെ ഫോൺ പോലീസ് വിശദമായി പരിശോധിക്കും. 24 കണ്ണൂർ. സംസ്ഥാനത്ത് SIR ജോലി ചെയ്യുന്ന BLOമാരുടെ ജോലി സമ്മർദ്ദം വെളിപ്പെടുത്തുന്ന കൂടുതൽ ശബ്ദ സംഭാഷണങ്ങൾ ഇന്ന് പുറത്തുവന്നു. BLOമാർ ചടങ്ങിനു വേണ്ടി പണിയെടുക്കുന്നെന്നാണ് വാട്സാപ്പ് ഗ്രൂപ്പിൽ ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ ശാസനയും കുറ്റപ്പെടുത്തലും. ആരോഗ്യപ്രശ്നം ചൂണ്ടിക്കാട്ടിയതും ഇടുക്കിയിൽ BLOമാരുടെ അവധി അപേക്ഷ പരിഗണിക്കാഞ്ഞതും വിവാദമായി. SIR ഫോം വിതരണത്തിനായി താൻ ഒപ്പം വരരുതെന്ന് BLO അനീഷ് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ബൂത്ത് ലെവൽ ഏജന്റ് വൈശാഖ് കളക്ടർക്ക് നൽകിയ പരാതിയുടെ പകർപ്പാണിത്. തന്നെ ഒപ്പം കൂട്ടരുതെന്ന് CPM പ്രാദേശിക നേതാക്കൾ അനീഷിന് സമ്മർദ്ദമുണ്ടാക്കിയെന്ന് വൈശാഖ് പറയുന്നു. തന്നെ ഉൾപ്പെടുത്തിയാൽ CPM പ്രശ്നമുണ്ടാക്കുമെന്നും തടയുമെന്നും അനീഷ് പറഞ്ഞതായാണ് പരാതിയിലുള്ളത്. അനീഷിന് ഒരു സമ്മർദ്ദവും ഉണ്ടായിട്ടില്ലെന്നായിരുന്നു കളക്ടറുടെ റിപ്പോർട്ട്. എന്നാൽ ഈ പരാതിയിൽ കളക്ടർ അന്വേഷണം നടത്തിയോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്.
അനീഷിന്റെ കുടുംബത്തിന് എല്ലാ സഹായവും നൽകുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. എല്ലാവിധ സഹായം സഹകരണം ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തിന് ശ്രീ അനീഷ് ജോർജിന്റെ കുടുംബത്തിന് ഉണ്ടാവും എന്നുള്ള ഉറപ്പ് വീണ്ടും ഈ അവസരത്തിൽ നൽകാൻ ആഗ്രഹിക്കുന്നു. അതിനിടെ പെരിങ്ങോം പോലീസ് അനീഷിന്റെ വീട്ടിലെത്തി കുടുംബത്തിന്റെ മൊഴിയെടുത്തു. SIR ജോലിയുടെ സമ്മർദ്ദം മാത്രമായിരുന്നു അനീഷിനുള്ളതെന്നും രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായിട്ടില്ലെന്നുമാണ് കുടുംബത്തിന്റെ മൊഴി. അനീഷിന്റെ ഫോൺ പോലീസ് വിശദമായി പരിശോധിക്കും. 24 കണ്ണൂർ. തമിഴ്നാട്ടിലും BLOയുടെ ആത്മഹത്യാശ്രമം. കുംഭകോണത്തെ അങ്കണവാടി ജീവനക്കാരി ചിത്രയാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. SIRമായി ബന്ധപ്പെട്ട ജോലി സമ്മർദ്ദമാണ് ആത്മഹത്യാശ്രമത്തിന് കാരണമായതെന്നാണ് ആരോപണം ഉയരുന്നത്. മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു. മനീഷ്, വിശദാംശങ്ങൾ. തിങ്കളാഴ്ച സൂപ്പർവൈസറായിട്ടുള്ള മുനിസിപ്പൽ കമ്മീഷണർ അദ്ദേഹം വിളിച്ച് ഈ ചിത്രയെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് അംഗൻവാടി ജീവനക്കാർ പറയുന്നത്. അതായത് തിങ്കളാഴ്ച രാത്രിക്കുള്ളിൽ 200 ഫോമുകൾ അപ്ലോഡ് ചെയ്യണം എന്നൊരു നിർദ്ദേശവും അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്ത് കളയും എന്നൊരു ഭീഷണിയും ഈ മുനിസിപ്പൽ കമ്മീഷണറായിട്ടുള്ള ഗാന്ധിരാജൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ് ഇന്നിപ്പോൾ പ്രതിഷേധം ഒക്കെ നടത്തിയ അംഗൻവാടി ജീവനക്കാർ പറയുന്നത്. ഇതിൽ വലിയ മാനസിക വിഷമവും ഒക്കെ ഉണ്ടായിരുന്നു ഈ ചിത്രയ്ക്ക് എന്നുള്ളതാണ്. പിറ്റേ ദിവസം ചൊവ്വാഴ്ച രാവിലെ അവർ അംഗൻവാടിയിൽ വരുന്നു. അമിതമായി ഗുളിക കഴിച്ച് ആ അംഗൻവാടിയിൽ വെച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ ആത്മഹത്യാ കുറിപ്പെല്ലാം തന്നെ ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. വലിയ തോതിലുള്ള മാനസിക പ്രയാസം ഇതുമൂലം അനുഭവിക്കുന്നുണ്ട്. കാരണം അത്ര വർക്ക് പ്രഷർ ഉണ്ട് എന്നുള്ളതാണ് അവരുടെ ആത്മഹത്യാ കുറിപ്പിൽ നിന്ന് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലുള്ള ഒരു കടുങ്കൈ ചെയ്യാൻ തീരുമാനിച്ചത് എന്നും അവരുടെ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നു. അവശനിലയിൽ കണ്ടെത്തിയ ചിത്രയെ ഈ അംഗൻവാടിയിൽ തന്നെ മറ്റൊരു ജീവനക്കാരെയാണ് ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. കുംഭകോണത്തെ സർക്കാർ ആശുപത്രിയിലാണ്, ICUവിലാണ് നിലവിൽ ചിത്രയുള്ളത്. വലിയ തോതിലുള്ള പ്രതിഷേധം അംഗൻവാടി ജീവനക്കാരുടെ ഭാഗത്തു നിന്നുമുണ്ട്. അതായത് ഈ മുനിസിപ്പൽ കമ്മീഷണർ, സൂപ്പർവൈസറായിട്ടുള്ള മുനിസിപ്പൽ കമ്മീഷണർ ഗാന്ധിരാജിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധമാണ് കാര്യമായി നടക്കുന്നത്. ഇന്നിപ്പോൾ SIR ജോലികളെല്ലാം തന്നെ അംഗൻവാടി ജീവനക്കാർ ബഹിഷ്കരിച്ചിട്ടുണ്ട്. മാത്രമല്ല നാളെ മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്നുള്ളതാണ് ഇവർ പറയുന്നത്. എന്തായാലും വലിയ തോതിലുള്ള പ്രഷർ, ഈ വർക്ക് പ്രഷർ ഇതുമായി ബന്ധപ്പെട്ട് SIR ജോലികളുമായി ബന്ധപ്പെട്ടുണ്ട്. അതിനൊപ്പമാണ് ഈ സൂപ്പർവൈസർ ജോലികൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഇവരുടെ മുകളിലുള്ള ഉദ്യോഗസ്ഥരുടെ വലിയ തോതിലുള്ള പ്രഷറും ഇവർക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. അതാണ് ഇത്തരത്തിലുള്ള ഒരു ദാരുണമായ ഒരു സംഭവത്തിലേക്ക് ഇപ്പോൾ തമിഴ്നാട്ടിലും ഉണ്ടായിരിക്കുന്നത്. SK. ഓക്കെ, താങ്ക് യു മനീഷ് മൂർത്തി. ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നാലെ അൽഫല സർവകലാശാലയിൽ നിന്ന് 10ലധികം ആളുകളെ കാണാനില്ല. അന്വേഷണ സംഘത്തിൻ്റെ പരിശോധനയ്ക്ക് പിന്നാലെയാണ് ഇവരെ കാണാതായത്. അതിനിടെ ഡോക്ടർ ഉമർ നബി ബോംബ് തയ്യാറാക്കിയത് ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള പാർക്കിങ്ങിൽ വെച്ചെന്ന് NIA കണ്ടെത്തി. ആക്രമണ സ്ഥലം തീരുമാനിച്ചത് ജെയ്ഷെ മുഹമ്മദ് ഭീകരരുമായി ചേർന്നാണെന്നും സൂചന വന്നു. ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നാലെയാണ് അൽ ഫലാഖ് സർവകലാശാല കേന്ദ്രീകരിച്ച അന്വേഷണ സംഘങ്ങൾ പരിശോധന നടത്തിയത്. ജമ്മു കശ്മീർ പോലീസിന്റെയും ഫരീദാബാദ് പോലീസിന്റെയും പരിശോധനയ്ക്ക് ശേഷം സർവകലാശാലയിൽ ജോലി ചെയ്യുന്നതും പഠിക്കുന്നതുമായ 10ലധികം പേരെ കാണാനില്ല എന്നാണ് വിവരം. ഇതിൽ 3 പേർ കശ്മീർ സ്വദേശികളാണ്. കാണാതെയായ വ്യക്തികളുടെ ഫോണുകൾ സ്വിച്ച് ഓഫ് ആണെന്നും വ്യക്തികളുടെ വിവരം ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചതുമായാണ് വിവരം. കാണാതായവരിൽ പലർക്കും ഭീകരവാദ ഗ്രൂപ്പുകളുമായി ബന്ധമുള്ളതായി അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട്. ചെങ്കോട്ടയ്ക്ക് സമീപം ആക്രമണം നടത്തുന്നതിന് മുമ്പായി കാറിൽ സഞ്ചരിക്കുന്നതിനിടെ ഉമർ നബി ജെയ്ഷെ സംഘവുമായി ഫോണിൽ സംസാരിച്ചിരുന്നുവെന്ന് NIA കണ്ടെത്തി. ആക്രമണത്തിന് തൊട്ടുമുൻപ് പാർക്കിങ്ങിലുണ്ടായ 3 മണിക്കൂർ സമയത്താണ് ബോംബ് തയ്യാറാക്കിയതെന്നാണ് വിവരം. ആക്രമണം നടത്താനുള്ള സ്ഥലം തെരഞ്ഞെടുത്തതും ഭീകര സംഘടനയുടെ നിർദ്ദേശം അനുസരിച്ചാണെന്നാണ് സൂചന. 24 ഡൽഹി. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ 16കാരനെ IS-ൽ ചേരാൻ പ്രേരിപ്പിച്ച സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ്. 16കാരൻ്റെ മാതാവിൻ്റെ ആൺ സുഹൃത്തിനെ കേന്ദ്രീകരിച്ചും കനകമല കേസുമായി ബന്ധപ്പെടുത്തിയുമാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. സംഭവത്തിൽ NIAയും അന്വേഷണം തുടങ്ങി. 24 ഫോളോ. ദുരൂഹത സംശയിച്ചാണ് വെഞ്ഞാറമൂട് UAPA കേസിൽ കേരള പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നത്. UK-ൽ വെച്ച് മാതാവും വെമ്പായം സ്വദേശിയായ ആൺ സുഹൃത്തും ചേർന്ന് IS-ൽ ചേരാൻ പ്രേരിപ്പിച്ചുവെന്നായിരുന്നു 16കാരൻ്റെ പരാതി. ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് UAPA ചുമത്തിയത്. പിന്നാലെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. മാതാവിൽ നിന്നും വിവരം തേടിയപ്പോൾ കുടുംബ പ്രശ്നം മൂലമുള്ള വൈരാഗ്യമെന്ന വിശദീകരണം പോലീസ് മുഖവിലക്കെടുക്കുന്നില്ല. മാതാവിന്റെ ആൺ സുഹൃത്തിന്റെ കനകമല കേസുമായുള്ള ബന്ധമുൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. തീവ്ര സ്വഭാവമുള്ള സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്ന ചില തെളിവുകൾ കുട്ടിയുടെ ഫോണിൽ നിന്നും പോലീസ് ശേഖരിച്ചുവെന്നും വിവരമുണ്ട്. നിലവിൽ ദേശീയ അന്വേഷണ ഏജൻസിയും അന്വേഷണം ആരംഭിച്ചു. കുട്ടിയുടെ മാതാവിന്റെ ആൺ സുഹൃത്തിന്റെ വിദേശത്തെ യാത്രകളിലും ദുരൂഹതയുണ്ടെന്നാണ് വിവരം. 24 തിരുവനന്തപുരം.
അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിൽ എത്തിച്ച ഗുണ്ട നേതാവ് അൻമോൾ ബിഷ്ണോയ് NIA കസ്റ്റഡിയിൽ. ഡൽഹി പട്യാല ഹൗസ് കോടതിയുടേതാണ് ഈ നടപടി. ഇന്ത്യയിൽ എത്തിച്ച ശേഷമുള്ള അൻമോൾ ബിഷ്ണോയുടെ ചിത്രവും അന്വേഷണ സംഘം പുറത്തുവിട്ടിരുന്നു. അധോലോക കുറ്റവാളി ലോറൻസ് ബിഷ്ണോയുടെ ഇളയ സഹോദരൻ, മഹാരാഷ്ട്ര മുൻമന്ത്രി ബാബ സിദ്ദിഖിയെ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതി, പഞ്ചാബി ഗായകൻ സിദ്ധു മൂസാവാല കൊലപാതക കേസ്, ബോളിവുഡ് താരം സൽമാൻ ഖാന്റെ മുംബൈയിലെ വീടിന് നേരെ വെടിയുതിർത്ത കേസ് തുടങ്ങി ഇന്ത്യയിലെ നിരവധി ക്രിമിനൽ കേസുകളിൽ അന്വേഷണം നേരിടുന്ന ഗുണ്ടാ നേതാവാണ് അൻമോൾ ബിഷ്ണോയ്. US-ൽ നിന്ന് ഡൽഹിയിലെത്തിച്ചതിന് പിന്നാലെ അൻമോൾ ബിഷ്ണോയിയെ കസ്റ്റഡിയിലെടുത്ത് NIA ഡൽഹി പട്യാല ഹൗസ് കോടതിയിൽ ഹാജരാക്കി. 15 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്ന് NIA ആവശ്യപ്പെട്ടിരുന്നു. 11 ദിവസത്തേക്ക് കോടതി കസ്റ്റഡി അനുവദിച്ചു. US-ൽ നിന്ന് ഇന്ത്യൻ ഏജൻസികളുടെ അഭ്യർത്ഥന പ്രകാരമാണ് അൻമോൾ ബിഷ്ണോയിയെ നാടുകടത്തിയത്. ഭാനുപ്രതാപ് എന്ന പേരിൽ വ്യാജ പാസ്പോർട്ട് ഉപയോഗിച്ചാണ് അൻമോൾ ബിഷ്ണോയി US-ലേക്ക് കടന്നത്. 24 ഡൽഹി. ബീഹാർ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാറിന്റെ സത്യപ്രതിജ്ഞ നാളെയാണ്. ഉപമുഖ്യമന്ത്രിമാരായ സാമ്രാട്ട് ചൗധരിയും വിജയ് സിനെയും നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. നിതീഷ് കുമാർ രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിച്ചു. പട്നയിൽ ചേർന്ന NDA നേതാക്കളുടെ യോഗത്തിൽ നിതീഷ് കുമാറിനെ കക്ഷി നേതാവായി തിരഞ്ഞെടുത്തു. പിന്നാലെ രാജ്ഭവനിലെത്തി നിതീഷ് കുമാർ ഗവർണറെ കണ്ടു. രാജി സമർപ്പിച്ച സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ചു. നിലവിലെ ഉപമുഖ്യമന്ത്രിമാരായ BJP-യുടെ സാമ്രാട്ട് ചൗധരിയും വിജയ് സിൻഹയും തുടരും. JDU-വിൽ നിന്ന് 9 പേരും BJP-യിൽ നിന്ന് 10 പേരും മന്ത്രിസഭയിലേക്ക് എത്തിയേക്കും. ഹിന്ദുസ്ഥാനി ആവാം മോർച്ചയ്ക്കും രാഷ്ട്രീയ ലോക് മോർച്ചയ്ക്കും ഓരോ മന്ത്രിസ്ഥാനങ്ങൾ വീതം നൽകും. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നായി നിറവേറ്റാൻ ശ്രമിക്കുമെന്ന് കേന്ദ്രമന്ത്രിയും LJP നേതാവുമായ ചിരാഗ് പസ്വാൻ. कल शपथ के बाद इस बात को पूरा प्रयास किया जाएगा कि जो वादे हम लोगों ने संकल्प पत्र में किए हैं एक एक करके जल्द से जल्द उन वादों पर हमारी NDA की सरकार खरा उतरेगी. നാളെ രാവിലെ 11:30 പട്നയിലെ ഗാന്ധി മൈതാനിയിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരും NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. 24 ഡൽഹി. നാളെ പ്രധാനപ്പെട്ട ഒരു വിധി വരുന്നു. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഗവർണർക്കും രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ചതിനെതിരായി രാഷ്ട്രപതിയുടെ റഫറൻസിൽ സുപ്രീം കോടതി നാളെ വിധി പ്രഖ്യാപിക്കും. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ചാണ് വിധി പറയുക. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അച്യുതൻ, എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയാണ് നാളെ വരാൻ പോകുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെ? SKN സൂചിപ്പിച്ചതുപോലെ തന്നെ സുപ്രധാനമായിട്ടുള്ള ഒരു വിധിയായിരിക്കും നാളെ ഭരണഘടനാ ബെഞ്ച് പുറപ്പെടുവിക്കുക. കാരണം അത് ചില സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് കൂടി നിർണായകമാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ തമിഴ്നാട്, കേരളമാണ് ഈ ഗവർണർമാർ ബില്ലുകൾ അനന്തകാലം ഇങ്ങനെ തടഞ്ഞു വയ്ക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചത്. അതിൽ തമിഴ്നാടിൻ്റെ കേസിലായിരുന്നു സുപ്രീം കോടതിയുടെ ജസ്റ്റിസ് JB പർദിവാലയുടെ ബെഞ്ച് ഇതിൽ സമയപരിധി രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിച്ചുകൊണ്ട് ഒരു വിധി പ്രസ്താവിക്കുന്നത്. അതാണ് പിന്നീട് വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നതും രാഷ്ട്രപതി ചില ചോദ്യങ്ങൾ സുപ്രീം കോടതിക്ക് അയക്കുന്നതും, അതായത് റഫറൻസ് എന്ന രൂപേണ ആ ചോദ്യങ്ങൾ സുപ്രീം കോടതിക്ക് മുൻപാകെ അയക്കുന്നത്. അതിലാണ് വിശദമായ വാദം കേട്ട ശേഷം സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് BR ഗവായി അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ചാണ് ഈ വിഷയത്തിൽ വിശദമായ വാദം കേട്ടത്. എതിർകക്ഷികളുടെയും കേന്ദ്രത്തിൻ്റെയും വാദം ഇതിൽ സുപ്രീം കോടതി കേൾക്കുകയുണ്ടായി. ആ ഘട്ടത്തിൽ പോലും സുപ്രീം കോടതി നിരവധി ചോദ്യങ്ങൾ ജസ്റ്റിസ് BR ഗവായിയുടെ അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച് ഉന്നയിക്കുകയുണ്ടായി. ഈ അനന്തകാലം ബില്ലുകൾ തടഞ്ഞു വയ്ക്കാനാകുമോ? അങ്ങനെ തടഞ്ഞു വെച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്ത്? ഗവർണർമാർ മറുപടി നൽകാറുണ്ടോ? എന്തുകൊണ്ടാണ് ഈ ബില്ലുകൾ തടഞ്ഞു വയ്ക്കുന്നതെന്ന് സംബന്ധിച്ച് മറുപടി നൽകാറുണ്ടോ? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉന്നയിച്ചു. എന്നിരുന്നാലും ചില നിരീക്ഷണങ്ങളും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. ചില സംഭവങ്ങളുടെ പേരിൽ മാത്രം ഗവർണർക്കും രാഷ്ട്രപതിക്കും ഈ സമയപരിധി നിശ്ചയിക്കാൻ കഴിയില്ല എന്ന് ഒരു നിരീക്ഷണവും സുപ്രീം കോടതി നടത്തുകയുണ്ടായി. ഒപ്പം തന്നെ ഇതിലേറെ പ്രധാനപ്പെട്ടത് ഇങ്ങനെ ബില്ലുകൾ തടഞ്ഞു വെച്ചു കഴിഞ്ഞാൽ അത് നിയമനിർമ്മാണ സഭകളെ ആകെ അവതാളത്തിലാക്കും എന്ന നിരീക്ഷണവും സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. എന്തായാലും വിശദമായ വാദം കേട്ട ശേഷമാണ് ഇപ്പോൾ ജസ്റ്റിസ് BR ഗവായി അധ്യക്ഷനായ ബെഞ്ച്, ഭരണഘടനാ ബെഞ്ച് ഈ വിധി പ്രസ്താവിക്കുന്നത്. നേരത്തെ തന്നെ ചീഫ് ജസ്റ്റിസ് BR ഗവായി പറഞ്ഞത് താൻ സുപ്രീം കോടതിയിൽ നിന്ന് പടിയിറങ്ങുന്നതിന് മുൻപ് തന്നെ ഈ വിഷയത്തിൽ വിധി പറയുമെന്നുള്ളതാണ്. എന്തായാലും അതിനു മുൻപായി തന്നെയാണ് ഈ വിധി നാളെ ഇപ്പോൾ ഭരണഘടനാ ബെഞ്ച് പ്രസ്താവിക്കാനായി ഒരുങ്ങുന്നത്. SKN.
ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ശബരിമല വിശേഷങ്ങൾ. ശരണം സന്നിധാനം പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കോ-സ്പോൺസർഡ് ബൈ BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമല സന്നിധാനത്ത് നിന്ന് അല്പനിമിഷങ്ങൾക്കകം MG പ്രതീഷ് ചേരുകയാണ്. ഇപ്പോൾ നിലവിൽ എന്താണ് അവിടെ തിരക്ക്? രാത്രിയിൽ ഭക്തർക്ക് ലഭിക്കുന്ന സൗകര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ കാര്യങ്ങളൊക്കെ നമ്മളുമായി പങ്കുവയ്ക്കാൻ പ്രതീഷ് ചേരുന്നു സന്നിധാനത്ത് നിന്ന്. പ്രതീഷ്, പറയൂ. എന്തായാലും ഒരാശങ്ക ഒഴിഞ്ഞു കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് എല്ലാം തൃപ്തിയായി കാര്യങ്ങൾ കടന്നുപോയി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. SKN തീർച്ചയായും ശബരിമല സന്നിധാനത്ത് നിലവിൽ മറ്റ് ആശങ്കകളൊന്നും തന്നെ ഇല്ല. വളരെ സുഗമമായ രീതിയിൽ തന്നെ തീർത്ഥാടകർ ദർശനം നടത്തി മടങ്ങുകയാണ്. ഇന്നലെ ഉണ്ടായിരുന്ന സാഹചര്യമല്ല ഇപ്പോൾ സന്നിധാനത്ത്. പോലീസിന്റെ ഇടപെടൽ കൃത്യമായി ഉണ്ട്. പമ്പയിലും നിലയ്ക്കലും ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ സന്നിധാനത്തെ തിരക്ക് കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ തീർത്ഥാടകരുടെ എണ്ണത്തിൽ വർധനവുണ്ടെങ്കിൽ പോലും അത് പോലീസിന്റെ നിയന്ത്രണത്തിലാണ്. അത് നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു തിരക്ക് മാത്രമേ നിലവിൽ ശബരിമല ഉള്ളൂ. 7 മണിവരെയുള്ള കണക്ക് പരിശോധിച്ചാൽ 75,000 തീർത്ഥാടകർ ദർശനം നടത്തി എന്നതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. 1 മണിക്കൂറിൽ 3,909 തീർത്ഥാടകരാണ് 18-ാം പടി ചവിട്ടുന്നത്. ഒപ്പം 12,128 സ്പോട്ട് ബുക്കിംഗ് വഴി 7 മണിവരെ തീർത്ഥാടകർ ദർശനം നടത്തി. അത്തരത്തിൽ വളരെ സുഗമമായ രീതിയിൽ തന്നെ ഈ മുന്നോട്ട് പോവുകയാണ്. തീർത്ഥാടകർക്ക് ഇന്നലെ ഉണ്ടായിരുന്ന വലിയ പരാതികളൊന്നും തന്നെ ഇന്ന് ഇല്ല. ഇവർക്ക് ദർശനം നടത്താൻ കഴിയുന്നുണ്ട്. ഈ നാളെ മുതൽ ഈ സ്പോട്ട് ബുക്കിംഗിൽ ഉൾപ്പെടെ കർശനമായ നിയന്ത്രണം വരും. കാരണം ഹൈക്കോടതി ആ വിഷയത്തിൽ ഇടപെട്ട് സ്പോട്ട് ബുക്കിംഗ് 5,000-ആയി പരിമിതപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിങ്കളാഴ്ച വരെ ആയിരിക്കും ആ നിയന്ത്രണം ഉണ്ടായിരിക്കുക. അങ്ങനെയെങ്കിൽ ഈ ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്ക് പമ്പയിലും നിലയ്ക്കലും നിയന്ത്രണം ഉണ്ടാകും. നിലയ്ക്കലിൽ കൃത്യമായി നിയന്ത്രണം പാലിച്ചുകൊണ്ട് മാത്രമായിരിക്കും നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് തീർത്ഥാടകരെ കയറ്റിവിടുക. നിലവിൽ 70,000 പേർക്ക് വെർച്വൽ ക്യൂ വഴിയും ഇനി 5,000 പേർക്ക് സ്പോട്ട് ബുക്കിംഗ് വഴിയുമായിരിക്കും തിങ്കളാഴ്ച വരെ ഈ ദർശനം അനുവദിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ 2 ദിവസത്തിനകം പൂർത്തിയാകും എന്നതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചിരിക്കുന്നത്. സന്നിധാനത്ത് അടിസ്ഥാന സൗകര്യങ്ങളുടെ വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് വരുന്ന ഇടങ്ങളിലാണ് അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവുള്ളത്. അതുൾപ്പെടെ പരിഹരിക്കും എന്നതാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത്. ഈ കൂടുതൽ ഈ വെള്ളം നൽകുന്നതിനായി കൂടുതൽ സന്നദ്ധ പ്രവർത്തകരെ ഒക്കെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഈ കുറ്റമറ്റ രീതിയിൽ വരും ദിവസങ്ങളിൽ തീർത്ഥാടനം മുന്നോട്ട് കൊണ്ടുപോകും എന്നതാണ് ദേവസ്വം ബോർഡും പോലീസും പറയുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പങ്കുള്ള ആരെയും സർക്കാരും പാർട്ടിയും സംരക്ഷിക്കില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. N വാസുവിനെ പറ്റിയുള്ള കടകംപള്ളി സുരേന്ദ്രന്റെ അഭിപ്രായം തനിക്കില്ല. വെള്ളാപ്പള്ളി മതനിരപേക്ഷവാദിയെന്നും യഥാർത്ഥ വർഗീയവാദികൾ പ്രതിപക്ഷ നേതാവ് VD സതീശനും PK കുഞ്ഞാലിക്കുട്ടിയുമാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. 24-ന്റെ ഫോർ ദ പീപ്പിൾ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വിവാദങ്ങൾ ചൂടുപിടിക്കുന്നതിനിടയിലാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ തുറന്നു പറച്ചിൽ. സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടിക്കും സർക്കാരിനും ബന്ധമില്ല. ആര് തെറ്റ് ചെയ്താലും ശക്തമായ നിയമ നടപടി സ്വീകരിക്കും. N വാസു തെറ്റ് ചെയ്യില്ല എന്ന കടകംപള്ളി സുരേന്ദ്രന്റെ ബോധ്യം തനിക്കില്ല. ഇല്ല, എനിക്ക് അങ്ങനെ ഒരാളെ ബോധ്യമൊന്നുമില്ല. ഞാൻ ബോധ്യപ്പെടേണ്ട കാര്യമില്ല. അതിന് ബോധ്യപ്പെടണമെങ്കിൽ എന്ത് വേണം? കോടതിയുടെ മുമ്പിൽ ഇതെല്ലാം കൃത്യമായിട്ട് വരും. വന്നപ്പോൾ അപ്പോൾ നമുക്ക് ആലോചിക്കാം. A പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തേക്കുമല്ലോ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ. ഇപ്പോൾ A പത്മകുമാറിന്റെ അറസ്റ്റ് അറസ്റ്റ് ഞങ്ങൾക്ക് പ്രശ്നമില്ല. അതിനപ്പുറം പറയണ്ടല്ലോ. വെള്ളാപ്പള്ളി നടേശൻ മതനിരപേക്ഷവാദി എന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. യഥാർത്ഥ വർഗീയവാദികൾ പ്രതിപക്ഷ നേതാവ് VD സതീശനും PK കുഞ്ഞാലിക്കുട്ടിയും. അല്ല, SNDP ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലല്ലോ. നിങ്ങൾ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊരു സാമുദായിക സംഘടനയല്ലേ? എല്ലാവർക്കും അറിയാമല്ലോ. SNDP യോഗം, SNDP ആയാലും NSS ആയാലും അതുപോലെ തന്നെ മറ്റു വിവിധ പേരുകളിൽ നിരവധി സംഘടനകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. സാമ്പത്തികമായി കേരളത്തെ കേന്ദ്രം വരിഞ്ഞു മുറുക്കുന്നുണ്ട്. കിഫ്ബി പാലങ്ങൾക്ക് ടോൾ പിരിക്കുമെന്നും MV ഗോവിന്ദൻ. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വികസനം ചർച്ചയാകുമെന്നും വിവാദങ്ങളെ തള്ളിക്കളഞ്ഞ് ജനങ്ങൾ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുമെന്നും CPIM സംസ്ഥാന സെക്രട്ടറിയുടെ ആത്മവിശ്വാസം. ന്യൂസ് ഡെസ്ക് 24. തിരുവനന്തപുരം കാട്ടാക്കടയിൽ KSRTC ഡ്രൈവർ വിദ്യാർത്ഥിയെ മർദ്ദിച്ചെന്ന് പരാതി ഉയർന്നു. നെല്ലിക്കാട് സ്വദേശിക്കാണ് പരിക്കേറ്റത്. കോട്ടപ്പുറത്ത് ഇറങ്ങേണ്ട വിദ്യാർത്ഥി കിള്ളിയിലിറങ്ങാൻ ശ്രമിച്ചതാണ് ഡ്രൈവറെ പ്രകോപിപ്പിച്ചത്. കയറിയപ്പോ തന്നെ കണ്ടിട്ട് പിടിച്ച് തള്ളി അങ്ങോട്ട് നീക്കില്ല. സ്ഥലം ഇഷ്ടംപോലെ നീക്കാൻ പിടിച്ച് തലയാണ്. ചെരുപ്പല്ല സാറാണ് പൊട്ടി നമ്മൾ പിടിച്ച് തള്ളിയിടാണ്. തള്ളാൻ കഴിയാണ്. അടുത്ത നമ്മൾ കൺസ്യൂഷൻ ഒപ്പിട്ട് നീക്കി. അപ്പൊ അവന് കോട്ടപ്പുറത്ത് ഇറങ്ങാൻ ജിയോ
പമ്പിന്റെ അവിടെ ഒന്ന് പറഞ്ഞ പയ്യന് ശരിയെന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തത് കിളി ജംഗ്ഷനിലാണ് കൊണ്ട് നിർത്തത്. ജംഗ്ഷനിൽ കൊണ്ട് നിർത്തി അവൻ പറഞ്ഞു ഇതേപോലെ അമ്മ അവിടെ പറയാം പറഞ്ഞു നിങ്ങൾ ഇപ്പൊ പറയാതെന്നാണ് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞ് ഇതിന്റെ കൺസിനെ മാറ്റി വെച്ച് എന്നിട്ട് പോലീസ് ആയിട്ടെന്നാണ് ഇവിടെ വന്ന് ഇതിന്റെ ഉടുപ്പൊക്കെ പിടിച്ച് വലിച്ച് ഡ്രൈവർ ബാക്ക് ഡോർ അടച്ചു വെച്ചിട്ട് ഫ്രണ്ട് ഡോർ മാത്രം തുറന്നു വെച്ചു. അമ്മ തടഞ്ഞു നിർത്തി എന്നിട്ട് ഇതിന്റെ ഉടുപ്പിനെ പിടിച്ച് വലിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് മേഘന മുരളി ചേരുന്നു. പറയൂ മേഘന. SKN മലയങ്കീഴ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ് ഇപ്പോൾ KSRTC ഡ്രൈവർക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ പറയുന്നത് ഇവർ മലയങ്കീഴിൽ നിന്ന് ബസ്സിൽ യാത്ര ചെയ്യുന്നു. അത് കൺസെഷൻ കൊടുത്താണ് ബസ്സിൽ നിന്ന് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് കയറിയത്. അതിനുശേഷം കോട്ടപ്പുറത്ത് ഇറങ്ങേണ്ട വിദ്യാർത്ഥികളെ കിള്ളിയിൽ ഇറക്കി വിട്ടു. അതുപോലെ തന്നെ ഒരു പ്രശ്നം, ആ ഒരു കിള്ളിയിൽ ഇറങ്ങണമെന്ന് പറഞ്ഞ് ഒരു തർക്കം ഉണ്ടാകുന്നു. കോളറിൽ കയറി പിടിക്കുന്നു. പുറകെ വരുന്ന ബസ്സിൽ, പ്രൈവറ്റ് ബസ്സിൽ കയറണമെന്ന് പറയുന്നു. അടക്കമുള്ള കാര്യങ്ങളാണ് ഈ വിദ്യാർത്ഥികൾ പരാതിയിൽ പറയുന്നത്. ഈ ഡ്രൈവർക്കെതിരെ ഡ്രൈവർ മർദ്ദിച്ചു എന്ന് ആരോപിച്ചു ഇപ്പോൾ ഒരു പരാതി നൽകിയിട്ടുണ്ട്. പരിക്കേറ്റ വിദ്യാർത്ഥി ഇപ്പോൾ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. പക്ഷേ ഇതിൽ KSRTCയുടെ ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല, അവർക്ക് CCTV ദൃശ്യങ്ങളടക്കം അവരുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. കൂടാതെ ട്രിപ്പ് മുടക്കിയെന്ന് ആരോപിച്ച് ഇവരും ഈ KSRTC കണ്ടക്ടറും ഡ്രൈവറും ഈ വിദ്യാർത്ഥികൾക്കെതിരെയും പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു കൺസെഷൻ കൊടുത്ത് യാത്ര ചെയ്തതാണ് ഈ ഒരു ആക്രമണത്തിന് കാരണം, മർദ്ദിക്കാൻ കാരണം എന്നുള്ളതാണ് ഇപ്പോൾ ഈ +1 വിദ്യാർത്ഥിയും അതുപോലെ തന്നെ സുഹൃത്തുക്കളും പറയുന്നത്. ഓക്കെ, താങ്ക് യു മേഘന മുരളി. ഇപ്പോൾ വരുന്നൊരു വാർത്തയാണ്. തിരുവനന്തപുരം ആഴിമലയിൽ വിനോദസഞ്ചാരിയെ കാണാനില്ല എന്ന് പരാതി. അന്യസംസ്ഥാന തൊഴിലാളി സംഘത്തിലെ മിഥുൻ ദാസിനെയാണ് കാണാതായിരിക്കുന്നത്. സാശ്രയ കോളേജുകളിലെ അധ്യാപക നിയമനങ്ങളിൽ യോഗ്യത ഉള്ളവരെ മാത്രമേ നിയമിക്കാവൂ എന്ന് ചാൻസലർ കൂടിയായ ഗവർണറുടെ നിർദ്ദേശം. സർവകലാശാല വൈസ് ചാൻസലർമാർക്ക് രാജ്ഭവൻ ഇത് സംബന്ധിച്ച് കത്തയച്ചു. യോഗ്യത സംബന്ധിച്ച് ലഭിച്ച പരാതികളുടെ പശ്ചാത്തലത്തിലാണ് ഗവർണർ ഈ ഇടപെടൽ നടത്തിയിരിക്കുന്നത്. കോളേജുകളിൽ അധ്യാപക തസ്തികകളിൽ നിയമനം ലഭിക്കാൻ UGC മാനദണ്ഡങ്ങൾ പാലിക്കണം. PhD അല്ലെങ്കിൽ UGC നെറ്റ് യോഗ്യതയാണ് വേണ്ടത്. എന്നാൽ സ്വാശ്രയ കോളേജുകൾ ഈ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുന്നില്ല. സർവകലാശാലകൾ നേരിട്ട് നടത്തുന്ന സ്വാശ്രയ കോഴ്സുകൾക്ക് പോലും അധ്യാപക യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല എന്നാണ് പരാതി. ഈ സാഹചര്യത്തിലാണ് ചാൻസലർ കൂടിയായ ഗവർണറുടെ ഇടപെടൽ. അധ്യാപക നിയമനങ്ങളിൽ യോഗ്യതാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് കാണിച്ച് വൈസ് ചാൻസലർമാർക്ക് ഗവർണർ കത്തയച്ചു. അധ്യാപകരുടെ പേരും യോഗ്യതകളും കോളേജുകളുടെ പോർട്ടലിൽ പ്രസിദ്ധപ്പെടുത്തണമെന്ന് നിർദ്ദേശമുണ്ട്. കാലിക്കറ്റ് സർവകലാശാലയിലെ ഒരു വിദ്യാർത്ഥിനി പരീക്ഷയിൽ പരാജയപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതിയിൽ ഗവർണർ നേരിട്ട് സിറ്റിംഗ് നടത്തിയിരുന്നു. ഇതിൽ യോഗ്യതയില്ലാത്ത ഒരു അധ്യാപിക മൂല്യനിർണ്ണയം നടത്തിയെന്ന് കണ്ടെത്തിയിരുന്നു. 24 തിരുവനന്തപുരം. മറ്റൊരു വാർത്തയിലേക്ക്. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യാ ഭീഷണി. കിളികൊല്ലൂർ പോലീസ് സ്റ്റേഷനിൽ സൈനികനെ മർദ്ദിച്ച കേസിൽ ആരോപണ വിധേയയായ ASI സജീലയാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. 3 വർഷമായി തനിക്കെതിരെ പ്രതികാര നടപടി തുടരുന്നുവെന്നാണ് സജീലയുടെ പരാതി. പോലീസ് കമ്മീഷണർ സ്ഥലത്തെത്തി നടത്തിയ അനുരഞ്ജന ചർച്ചയിൽ പ്രശ്നം പരിഹരിച്ചു. കിളികൊല്ലൂർ സ്റ്റേഷനിലെത്തിയ സജീല തനിക്കെതിരെ സേനയ്ക്കുള്ളിൽ രാഷ്ട്രീയ പകപോക്കൽ നടക്കുന്നുവെന്നാരോപിച്ച് രോഷാകുലയായി. തുടർന്ന് വൈകിട്ടോടെ പെട്രോളുമായി കമ്മീഷണർ ഓഫീസിലെത്തി ആത്മഹത്യാ ഭീഷണി മുഴക്കി. സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചെങ്കിലും വഴങ്ങിയില്ല. ACP ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയെങ്കിലും കമ്മീഷണറെ കാണണമെന്നായിരുന്നു സജീലയുടെ ആവശ്യം. ഒടുവിൽ കമ്മീഷണർ കിരൺ നാരായൺ എത്തി സംസാരിച്ചതോടെയാണ് സജീല ആത്മഹത്യാ ശ്രമത്തിൽ നിന്ന് പിൻവാങ്ങിയത്. സേനയിലെ സംഘടനാ നേതാക്കൾ 3 വർഷമായി തന്നെ വേട്ടയാടുകയാണെന്നും ഇതിന് പരിഹാരം വേണമെന്നും സജീല ആവശ്യപ്പെട്ടു. പരാതി പരിശോധിക്കാമെന്ന കമ്മീഷണറുടെ ഉറപ്പിന്മേലാണ് സജീല മടങ്ങിയത്. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.